എന്ന് പറയുന്ന സാധനം ശരിക്കും നമ്മുടെ ഇടയിൽ നിന്ന് പോയതല്ലേ അല്ലേ? പിന്നെ എങ്ങനെയാണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ അവർ നമ്മളിലേക്ക് എത്തുന്നില്ല. അതാണ് അവർ മംഗലം കളി പാട്ട് അത് സംഗീതത്തിലേക്ക് ചേർക്കേ വേണം. നമ്മുടെ പാട്ടാണ് ഒറിജിനൽ. ആ ഒറിജിനൽ പാട്ടിനെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ കൊടുത്തിട്ട് അതിനെ കൊല്ലി ചേരാത്ത ഒരു സംഗീതമാണ് നമ്മുടേത്. അതിനെ ആർക്ക് ചേർത്ത് കെട്ടാനൊന്നും പറ്റുന്നില്ല. ഓട്ടോമാറ്റിക്കായി കരഞ്ഞു പോകുന്ന ഓരോ സമയങ്ങളുണ്ട്. എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കോപ്പി അടിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ല, ഈ മംഗലം കളി നമ്മുടെ കയ്യിൽ നിന്ന് കോപ്പി അടിക്കുക. ഞാനെന്നിരിക്കുന്ന വ്യക്തി എവിടെ വേണേൽ തുറന്ന് പറയും. എനിക്കങ്ങനത്തെ പേടിയൊന്നും. ഒരു മാസം ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അവർ വന്ന് നമ്മുടെ ഊരിൽ വന്ന് അന്വേഷിക്കും. ശരിക്കും തുടി മാറപ്പെട്ട് കൊട്ടാൻ പറ്റാതെ അറിയാത്ത ആൾക്കാരാണ് ട്രൈബൽ കിത്താസിന്റെ ആൾക്കാരായിക്കോട്ടെ. അതിന് കോമാളി ആയിക്കൊണ്ടാണ് ഇന്ന് പിന്നെ ശരിക്കും ട്രൈബൽ കിത്താസിന്റെ ആൾക്കാർ ശരിക്കും അറിവുള്ളവനെ ജഡ്ജ്മെന്റ് ആയിട്ട് ഇരുത്താനുള്ള ശ്രമങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മുന്നോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അറിവില്ല, അതിനെ കൊണ്ട് ചെയ്യരുത്. ആ പരിപാടി കൊണ്ട് ചെയ്യരുത്, നശിപ്പിക്കരുത്. പാട്ടിൽ ഒരു 4 ദിവസം 5 ദിവസം പാടിയാൽ തീരാത്ത പാട്ടുകളുണ്ട്. പൂർവികർ എങ്ങനെ കൊണ്ടുവന്നു ആ സാധനം ആരുടെയൊക്കെ കയ്യിലുണ്ടോ, പിന്നെ തുടികൊട്ട അറിയുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ച് കൊട്ടി അത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവർ മാഷായി തീരുന്നത്. പണ്ട് പൂർവികർ നയിച്ചു വന്നിരിക്കുന്ന പാട്ടും കളികളാണ്. അത് എത്ര പാടിയാലും കളിച്ചാലും തീരില്ല. വെല്ലു വിളിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ. മംഗലം കളി ഒരു ഡാൻസ് രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഹായ് ഫ്രണ്ട്സ്, കരുമാടി വ്ളോഗ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ മുടന്തേൻപാറ എന്ന ഒരു മലയോര ഗ്രാമത്തിലാണ്. ഇവിടെ നമ്മളൊരു വിശിഷ്ട അതിഥിയെ കാണാനായിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. മംഗലം കളി, ഗോത്രകലകൾ, ഗോത്ര വംശീയ പച്ചമരുന്നുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലും മന്ത്രവാദം, താന്ത്രിക വിദ്യയിലെല്ലാം പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കാണാനായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ മലയോര ഗ്രാമപ്രദേശമായ മുടന്തേൻപാറയിലാണ് നമ്മൾ ഇന്നുള്ളത്. മുടന്തേൻപാറയിൽ താമസിക്കുന്ന വളരെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. മംഗലം കളി അല്ലെങ്കിൽ പിന്നെ തടുപ്പരാശി, ഇത്തരം പാരമ്പര്യമായി ഗോത്ര ആചാരങ്ങൾ തുടർന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. മംഗലം കളി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആദ്യത്തെ ഒരുപാട് ആചാര്യന്മാരിൽ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു പേരാണ് ഇദ്ദേഹത്തിൻ്റെത്. നമുക്ക് ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം. ഇദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം സർ. നമസ്കാരം. ഉമേഷ് മുടന്തേൻപാറ. എന്തൊക്കെയാണ് ചെയ്യുന്നത് പാരമ്പര്യമായി കൊണ്ടുനടക്കുന്ന കലകളെല്ലാം, പിന്നെ അതുപോലെ വംശീയ പച്ചമരുന്ന് ചികിത്സകൾ, പിന്നെ കൊട്ട നിർമ്മാണം, അങ്ങനെയുള്ള സാധനങ്ങൾ. എന്താണ് നമ്മുടെ കുഞ്ഞുകുട്ടി കുടുംബാദിനങ്ങളിലെ കുട്ടികൾക്ക് എന്താണ് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടും കേട്ടും പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. തടുപ്പരാശി ഇതൊക്കെയാണല്ലോ കൂടുതലായിട്ട് ചെയ്യുന്നത്. തടുപ്പരാശി, പിന്നെ ആദിവാസി വൈദ്യം, പച്ചമരുന്നുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണ് ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നൊക്കെ? അനുഭവം എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങൾ ചെയ്താൽ അതിന് ക്രെഡിറ്റ് ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ ഒരു 13-14 കൊല്ലമായി ഈ ഫീൽഡിൽ. നമ്മൾ എന്ത് ചെയ്യുന്നതിനും ക്രെഡിറ്റ് ഇല്ല, പക്ഷെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതിന് ഭയങ്കര പ്രധാനം കാണിക്കും. അതവർ ചെറിയൊരു നൂല് മന്ത്രിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ അവർക്ക് ഭയങ്കര ക്രെഡിറ്റ് ആയിരിക്കും. പക്ഷേ ഇന്ന് ഇവിടെ മാന്ത്രിക ഉപാസന ആയിക്കോട്ടെ, പാരമ്പര്യമായ ക്യാൻസർ എന്നുള്ള രോഗത്തിന് പകരം മരുന്ന് കൊടുക്കുന്ന ഒരാൾക്ക് നിലവിൽ നമ്മുടെ ആദിവാസി മലകോട്ടവനും മാവുലനും ഒരു കാരണവശാലും മുന്നോട്ടൊരു ഉയർച്ച ഇല്ല. വെറുതെ നമ്മളിങ്ങനെ ചെയ്യുന്നു, ഒരാളെ രക്ഷിക്കുന്നു, ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. ഇതാണ് അതിൻ്റെ ശരി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സൊസൈറ്റിയിൽ ഇപ്പം നിങ്ങൾ ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അല്ലേ? പാരമ്പര്യമായി കിട്ടിയ ഈ അറിവ്, പച്ചമരുന്ന്, മാന്ത്രിക വിദ്യകളാണെങ്കിലും അല്ലേ, എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. അതത്രേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ പേടിക്കണം. പേടിക്കാതെ കണ്ട് നമുക്ക് ഒരു കാരണവശാലും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെന്തിനാ ഭയക്കുന്നത്? നമ്മൾ ആദിവാസിപ്പെടുന്ന ഒരാളാണെങ്കിൽ, ആദ്യമായി വന്നിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാർ നമ്മളാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിതിനെ ഭയക്കുന്നത്? കുറേ ആൾക്ക് സുഖമില്ലാതെ ഇവിടെ കൊണ്ടുവരികയും പിന്നെ പോലീസുകാർ ചറപറ കയറുക. നേരെ തിരിച്ച് മറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാൽ അവിടെ പോയി തിരയുവാണെങ്കിൽ പോലും ഒരു കാരണവശാലും പോലീസ് പോലും അവിടെ കയറില്ല. നമ്മൾ അത്രയും ഉള്ളെന്നുള്ള ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.
ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ആദിവാസി സമൂഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്താണ് മുന്നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ശരിക്കും നിയമങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും എത്ര നമ്മൾ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക, നമ്മൾ അതിനോർത്ത് ദുഃഖിക്കുക. അതാണ് നിലവിലുള്ളത്. പിന്നെ അതിനു വേണ്ടി നമ്മൾ വെല്ലുവിളിക്കുക. അതിൽ കഥയൊന്നുമില്ല. എന്നാലും ഇന്നത്തെ സാഹചര്യം വെച്ച് നിലപാട് ഉറപ്പിക്കുന്ന ഇന്നത്തെ നമ്മുടെ ട്രവൽ ഗീതാസിൻ്റെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നിലവിൽ. അവരെ സംബന്ധിച്ചാകുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരെയാക്കാനാണ് അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉള്ളത്. അതിനെ മറികടക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങളാണ് എന്നുള്ളത്. എന്താ പറഞ്ഞാൽ അവർ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം മൂലധനമായിരിക്കുന്ന സത്തുകളെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കുള്ള സാഹചര്യമുള്ളത്. അതുപോലെ ഒരു ക്യാമ്പോ അല്ലെങ്കിൽ വേറെ പരിപാടി നടക്കുന്ന സമയത്ത് അറിവുള്ള ഒരാളെ ആ വേദിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കൂല. ഞാൻ ഏകദേശം ഒരു 300 ചില്ലറ ആദ്യം സ്റ്റാർട്ടിങ് മംഗലംകളി ആദ്യം നമ്മുടെ കാരിച്ചമ്മ മംഗലംകളി അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ കുറേ ആൾക്കാരോട് പഠിച്ചിരുന്നു. അതിൽ അവരെ കാരിച്ചമ്മരുടെ കൂടെ പഠിച്ച കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്നേരം അവരെ സംബന്ധിച്ച് അവരുടെ ഏകദേശം കാര്യങ്ങളും എൻ്റെ വല്യമ്മ കുറച്ച് ആൾക്കാർ പറഞ്ഞു തന്നെ, എൻ്റെ ഗുരുക്കന്മാർ കുറേ ആൾ പറഞ്ഞു തന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ അറിവിൽ നിന്ന് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം പോലെ പണിയും കഴിഞ്ഞ് വന്നിട്ട് ഇവരോട് പഠിച്ചെടുത്തിരിക്കുന്ന സാധനം നിലവിൽ കുറേ കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കാര്യങ്ങൾ ഒരു 6 മാസ ക്യാമ്പിൽ നടത്തിയിരിക്കുന്ന ക്യാമ്പിൽ പഠിപ്പിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ മലവെട്ടുവാനായിക്കോട്ടെ മാവിലനായിക്കോട്ടെ അങ്ങനെയുള്ള ആൾക്കാർ ആ സത്ത് എടുത്ത് ഊറ്റിക്കൊണ്ട് പോയിട്ട് ഇന്ന് മേഖലയിൽ കുറേ ആൾക്കാർ പ്രവർത്തിക്കും. നമുക്ക് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല, ശരിക്കും നേർക്ക് നേരെ സംസാരിച്ച് തൊടി മാറപ്പെടുന്നതിന് മുമ്പേ കുറേ ചോദ്യങ്ങളുണ്ട്. ആ മാറപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പരിപാലിക്കുന്നവരെല്ലാം മുട്ടുമടങ്ങും. മനസ്സിലായില്ലേ? ചോദിക്കാൻ വേണ്ടി ഒരുത്തൻ തല ഉയർത്തേണ്ട അവനെ ഇരുത്തിക്കളയും. അതാണ് നമ്മുടെ സാഹചര്യം. ഇന്നത്തെ നിലപാടെന്ന് പറയുന്ന സാധനം. ഗുരു ആരാണ്? വെടുക്കത്തൻ കാവേരി എന്ന് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ കാരിച്ചി എന്ന് പറഞ്ഞ് കുറുമാണത്തുള്ളൊരു അമ്മയാണ്. പിന്നെ ഇവിടെ തിരുമ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അമ്മയോടാണ് ആദ്യ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പഠിക്കുന്നത്. പിന്നെ അതുപോലെ തടപ്പ ജ്യോതിഷത്തിന്റെയും മറ്റുള്ള കാര്യമൊക്കെ നെല്ലിക്കാടൻ ഈ കാവേരി എന്ന് പറഞ്ഞവരാ. വൈദ്യം വല്യമ്മോട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ കേസുകളൊക്കെ മംഗലംകളി എന്ന് പറയുന്നത് നമ്മുടെ ആദിവാസികളുടെ ഒരു പാരമ്പര്യ ഗോത്രകലയാണല്ലോ. അപ്പോൾ അത് പണ്ട് കാലങ്ങളിൽ നമ്മളത് ആചരിച്ചു വന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, കല്യാണം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്തിരുന്നത്. അത് പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി വന്നിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രത്യേകം ഒരു പഠിപ്പിക്കുകയോ അങ്ങനെ ഇല്ല. അങ്ങനെയല്ല, അത് നമ്മളൊരു സംസ്കാരത്തിലൂടെ അതിങ്ങനെ കൈമാറി കൈമാറി തലമുറയായിട്ട് വന്നൊരു സാധനമാണ്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതൊരു പഠിപ്പിക്കുന്ന രീതിയിലേക്കും പഠിക്കുന്ന രീതിയിലേക്കുമായി മാറിയിട്ടുണ്ട്. അതൊന്ന്. പിന്നെ ഒന്ന്, ഇതിപ്പോൾ സ്കൂൾ തലത്തിൽ മറ്റുള്ള ആൾക്കാരെയും പഠിപ്പിക്കുന്നതും ആയിട്ടുള്ള രീതിയിലേക്ക് ഒരു കലോത്സവത്തിലൊക്കെ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? അതിപ്പോൾ ശരിക്കും എന്താന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മുടെ പൂർവികർ നയിച്ചു വന്നിരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ ഓടുന്നത്. ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞൊരു ടൈം പാസ് മംഗലംകളി. ശരിക്കും അതിൻ്റെ ഐതിഹ്യം എന്താണെന്നോ അല്ലെങ്കിൽ തൊടിയെടുക്കേണ്ടത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ കൊട്ടേണ്ടത് എങ്ങനെയാണോ കോല് പിടിക്കേണ്ടത് എങ്ങനെയാണെന്നോ അതിലൊരു കണക്കും കാര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരു തൊടിയെടുത്ത് മാറപ്പെട്ട തൊലിയല്ലേ. അതുകൊണ്ട് എന്തും ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. പക്ഷെ അത് നമ്മുടേതായതുകൊണ്ടാണ്, അവിടെ നമ്മുടേതായതുകൊണ്ടാണ്. മറ്റുള്ള സമുദായമാണെങ്കിൽ ഒരു കാരണവശാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല, നമുക്ക് ഉറപ്പാണ്. നമ്മൾ അത്രയേ ഉള്ളൂ. ആദിവാസിപ്പെടുന്ന മലവേട്ടുവാനായിക്കോട്ടെ മാവിലരായിക്കോട്ടെ മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ട്. അതിനൊത്ത് തുള്ളുന്ന ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് പഠിച്ച, എൻ്റെ കയ്യിൽ നിന്ന് കുറേ ആൾക്കാർ പഠിച്ചവരുണ്ട്. ഏകദേശം 600-1000 പേര് കുട്ടികളെ ഞാൻ ക്യാമ്പ് കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഗുരുനില അറിഞ്ഞ് പഠിച്ചവരൊന്നല്ല. അവർ പോയിട്ട് എന്താ പറഞ്ഞൊരു ഡാൻസ് രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുക. മംഗലംകളി ഒരു ഡാൻസ് രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊന്നും നീങ്ങുന്നത്. നമ്മളൊക്കെ എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ ഉറക്കൊഴിഞ്ഞ് നമുക്ക് എൻ്റെയൊക്കെ ഗുരുവിൻ്റെയൊക്കെ ചീത്തയൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ഈ പഠിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ ഇല്ലാതെ ഒരു എന്താ പറയുക സിനിമാറ്റിക് ഡാൻസ് പോലെ കാര്യങ്ങൾ നീങ്ങുന്ന രീതിയിലേക്ക് സാഹചര്യം ഉള്ളത്. കണ്ടു നിൽക്കുമ്പോൾ നമുക്കൊരു കോമാളി രീതി തന്നെ. ഇതൊക്കെ കണ്ട് മാവിലനായിക്കോട്ടെ മലവെട്ടുവാനായിരിക്കും ഇതൊക്കെ കണ്ടു നിൽക്കുന്നവരാണ് ശരിക്കും വിഡ്ഢികൾ എന്ന് പറയുന്നത്. തീർച്ചയായും ഇപ്പോൾ
സിനിമ പാട്ടിലൊക്കെ വന്നിട്ടുണ്ട് മംഗലംകളിയുടെ അതൊക്കെ കുറച്ച് ഉണ്ട്. ഭാഗങ്ങളൊക്കെ. ഉം. വല്ലാണ്ട് ഒരു DJ മോഡിലേക്കൊക്കെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ആ അവസ്ഥയാണ് ആ അല്ലെ? നമ്മുടെ തനിമ ഒരു നഷ്ടപ്പെട്ടിട്ടാ ഉള്ളത് ആ ഇപ്പൊ. പിന്നെ അതേപോലെ എന്ത് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള മംഗലംകളി കലാകാരന്മാർ ഉം. ആരെയും നമുക്ക് താഴ്ത്തി കെട്ടാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം കലാകാരന്മാരല്ലേ. ഉം. നമ്മുടെ പാരമ്പര്യമായി കൊണ്ട് നടക്കുന്ന വ്യക്തികളെ നമ്മൾ ഒരു കാരണവശാലും താഴ്ത്തി കെട്ടി സംസാരിക്കാൻ പാടില്ല, അത് അറിവാണ്. ഉം. പക്ഷേ ഇപ്പം എന്താ പറഞ്ഞാൽ പൈസയുണ്ടോ അവിടെ മനുഷ്യരുണ്ട്. അതെ. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുത്തം ഗുരുതല വെറ്റിലടക്ക ഇതൊക്കെ വെച്ച് സമർപ്പിച്ചിട്ട് ഒരു ഗുരുവിൽ നിന്നാണ് ശരിക്കും തുടിയും കോൽ മേടിക്കുക. തുടിയും കോൽ ചടങ്ങ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനെ ആ ചടങ്ങ് കൈപ്പറ്റി മേടിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് നിലവിൽ ഇന്നത്തെ ആരുമില്ല. ഒരു ക്യാമ്പ് കഴിഞ്ഞപ്പോൾ സംഭവം വിചാരിക്കൽ എന്താ പറഞ്ഞല്ലേ, ഞാനിന്ന് എന്താ പറയുക മാഷായി എന്നുള്ളൊരു ചിന്ത നിലവിൽ വന്നു. മാഷൊന്നല്ല, ഇത് ശരിക്കും അറിവുള്ള ഒരാൾ, അറിവ് ഉള്ളവരെല്ലാവരും ഉണ്ടായിരിക്കും. അറിവുള്ളവൻ പാടൂല എന്ന് പറയല്, എവിടെയെങ്കിലും ഒതുങ്ങി ഏതെങ്കിലും മൂലക്കരിപ്പുണ്ടാവും. ഈ അറിവുള്ളവൻ നേരെ സ്റ്റേജിനകത്ത് വന്നിട്ട് നിന്നെ പഠിപ്പിച്ചത് ആരാണ്, അയാളങ്ങോട്ട് വിളിക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് നേരെ കോല് വെക്കാൻ പറഞ്ഞാൽ അദ്ദേഹം കോല് വെക്കേണ്ടി വരും. മനസ്സിലായോ? ഇത് പിന്നെ മറ്റുള്ള നിയമപ്രകാരം ഇവരെന്താക്കുന്ന പറഞ്ഞാൽ അവരുടെ രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. എങ്ങനെ ഇത് ഇത്രയും ഉള്ളൂന്ന് ചിന്തിച്ചു കൊണ്ടാണ്. പക്ഷെ അത് ചോദ്യം ചെയ്യാനുള്ള കരുത്തുള്ള നമ്മുടെ മലവോട്ടുവനായിക്കോട്ടെ മാവൂലിനായിക്കോട്ടെ അങ്ങനെയുള്ള കരുത്തുള്ള ആൺകുട്ടികൾ ഉണ്ട് ഇവിടെ. പക്ഷെ അത് വരാത്ത എന്താ അറിയോ, അതിന് പിന്താങ്ങാൻ നമ്മുടെ ആൾക്കാർ തന്നെ നമ്മളെ പിടിക്കും. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതൊന്ന് മാറ്റിമറിക്കണം. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മുടെ മംഗലംകളി സ്കൂൾ കലോത്സവത്തിലേക്ക് വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് പരിപാടിയിലേക്കാണ്, 15-20 മിനിറ്റിലേക്കാണ് ഈ പരിപാടി ശരിക്കും പിന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത്ര വലിയ മലവോട്ടുവനായിക്കോട്ടെ മാവൂലിനായിക്കോട്ടെ ഇതിലേക്ക് വന്നിരിക്കുന്ന കുറേ സത്തുക്കളുണ്ട്. ഈ പാട്ടിൽ ഒരു 4 ദിവസം 5 ദിവസം പാടിയാൽ തീരാത്ത പാട്ടുകളുണ്ട്. ഇതിനെല്ലാം പിന്നെ എന്താ പറയുക മറച്ചു വെച്ചുകൊണ്ട് ഒരു മതിൽക്കെട്ടിൻ്റെ പുറകിൽ വെച്ചുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ വായിൽ കിട്ടുന്ന കുറച്ച് പാട്ടുകൾ നമ്മുടെ കൈ കിട്ടിയെന്നുള്ള രീതിയിലേക്ക് പോയിട്ട് ആ 15 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിക്കൊണ്ട് എന്താ പറയുക സ്കൂൾ കലോത്സവത്തിലേക്ക് ചെന്നെത്തുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങളുണ്ട്. അത് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഗോത്രത്തിലുള്ള പിന്നെ തനിമകൾ ഈ പറഞ്ഞിരിക്കുന്ന പൂർവികർ കൊണ്ടുവന്നിരിക്കുന്ന പാട്ടുകളെല്ലാം എന്താ പറയുക പഴയതുപോലെ പണ്ട് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതേപോലെ മറയിട്ടുകൊണ്ട് പോവുകയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അത് പഠിക്കാനോ അല്ലെങ്കിൽ അത് പിന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ എത്തിപ്പെടാനോ ഉള്ള രീതിയിലേക്ക് സാഹചര്യങ്ങളൊന്നും നിലവിലില്ല. അന്നേരം ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഇത് എല്ലാ മേഖലകളിലും സ്കൂൾ കലോത്സവത്തിൽ എത്തിച്ച പിന്നെ സാറുമാരായിക്കോട്ടെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ ഈ അറിവുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഈ അറിവുള്ളിടത്തേക്ക് അവർ ഒരു കാരണവശാൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ എന്താ പറയുക നമ്മുടെ സാറുമാരായിക്കോട്ടെ ഉദ്യോഗസ്ഥന്മാരെത്തൂല. ഇവർക്ക് തന്ത്രപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ. മനസ്സിലായോ? ഇത് തന്ത്രപൂർവ്വങ്ങളല്ല ഇത് കൊണ്ടുപോകേണ്ടത്. പൂർവികർ എങ്ങനെ കൊണ്ടുവന്നു ആ സാധനം ആരുടെയൊക്കെ കയ്യിലുണ്ടോ അതൊക്കെ നല്ല ശരിക്കും പകർന്നെടുത്ത് അവർ ശേഖരിച്ച് വെച്ചിട്ട് അതിൻ്റെ അടയാളപ്പെടുത്തുകൾ ഒരു സൈഡിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് മാത്രമേ ഇത് മുന്നോട്ട് ചിന്തിക്കാൻ പാടുള്ളൂ. ഇത് അങ്ങനെയല്ല. ഇത് ഈ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ആരാണ് 90 വയസ്സ് വരെ ജീവിക്കുന്നത്, എനിക്ക് 90 വയസ്സ് വരെ ജീവിതമുള്ളൂ, ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കിലോ അരി മേടിക്കാനുള്ള പരിപാടികൾ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നിലവിലുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ എൻ്റെ കുറേ അറിവുള്ള കുറേ ഗുരുക്കന്മാരുണ്ട്, ഞാൻ കണ്ടും കേട്ടും ഇത്ര മേഖലയിൽ കടന്നു വന്നതിൽ കുറേ അറിവന്മാരുണ്ട്. ഈ അറിവുള്ള ആൾക്കാരെ ആരും പൊതുവേദിയിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലൊന്നും പോയി ഇവർ അന്വേഷിക്കുന്നില്ല. ഈ വരുന്ന ഇന്ന് രണ്ട് ദിവസം ക്യാമ്പ് ചെയ്തു ആ കുട്ടികളെ വെച്ചിട്ട് ഇവരെന്താ മറ്റുള്ള സ്കൂളിൽ കൊണ്ടേ അവർ മാഷുമാരാണ്. അങ്ങനെയാണ് ഈ മാഷുമാരും തീരുമാനിക്കാൻ പാലും മലവെട്ടുവനും മാവുലനും പെടുന്ന ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പഠിപ്പുള്ള ഈ പിന്നെ തുടികൊട്ട അറിയുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ച് കൊട്ടി അത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവർ മാഷായി തീരേണ്ടത്. അല്ലാതെ കണ്ട് തോന്നുമ്പോൾ ഒരു കോല് ഒരു തുടിയാക്കി കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ തുടിയാക്കി കഴിഞ്ഞാൽ അവൻ ചാടിക്കെട്ടി ഒരു കാരണവശാലും മാഷാവില്ല. ഇതൊക്കെയാണ് അതിൻ്റെ വിഷയങ്ങൾ. അത് വേണ്ടതിക്ക് കൈകാര്യം ചെയ്തിട്ട് ഈ അറിവുള്ള ആരാണോ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള അറിവുകൾ തേടിയിട്ട് പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമിക്കാൻ വേണ്ടി. അല്ലാതെ കണ്ടൊന്നും ഒന്നും ആവില്ല. ഇത്ര വലിയ മൂലധനമായിരിക്കുന്ന പ്രപഞ്ചത്തിലിരിക്കുന്ന ഒരു ശക്തിയല്ലത്. പണ്ട് പൂർവികർ നയിച്ചു വന്നിരിക്കുന്ന പാട്ടും കളികളാണ്. അത് എത്ര പാടിയാലും കളിച്ചാലും തീരില്ല. പക്ഷെ എന്നാൽ അതിൻ്റെ കുറച്ച് അറിവുകളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. പഠിക്കാതെ കണ്ട് നമ്മളൊന്നും കാര്യങ്ങൾ ചെയ്യരുത്. സ്കൂൾ തലത്തിൽ ഇപ്പം അത് അവതരിപ്പിക്കണമെങ്കിൽ 15 മിനിറ്റല്ലേ വേണ്ടൂ. അപ്പോൾ ഇത് മൊത്തം പഠിക്കാന്ന് പറയുന്നത് അവിടെ നമുക്ക് സാധ്യമായ ഒരു കാര്യമല്ല. അപ്പോൾ ഉദ്ദേശിച്ചത് അത് ആര് കുട്ടികൾ പഠിക്കണം എന്നാണോ എന്താണ് അതിനെ ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? ശരിക്കും ഇതിനോട് ബന്ധപ്പെട്ട് ക്യാമ്പുകൾ നടത്തി വന്നിരിക്കുന്ന മാഷന്മാരായിരിക്കാം ശരിക്കും
മംഗലംകളി സ്കൂൾ കലോത്സവത്തിൽ പഠിപ്പിക്കുന്നത്. ഉം. ഈ പഠിപ്പിക്കുന്ന മാഷന്മാർ എന്താക്കണം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു 15 മിനിറ്റ് കൊണ്ട് ശരിക്കും പാട്ട് പഠിക്കുക എത്രയെന്ന് പറയുക, ഒരു 5-6 പാട്ടേ പഠിക്കും. അത് കഷ്ണം കഷ്ണം പാട്ടുകളായിരിക്കാം. അത് അവർക്ക് എളുപ്പത്തിൽ അവരുടെ വായിൽ എന്താണ് കിട്ടുന്നത് അത് വെച്ചിട്ടുള്ളൊരു കലാപരിപാടികളാണ് അവർ സ്റ്റേജിൽ ചെയ്യുന്നത്. അതല്ല ശരിക്കും പൂർവികർ കൊണ്ടുവന്നിരിക്കുന്ന ശരിക്കും ഈ പറഞ്ഞിരിക്കുന്ന മാഷന്മാരാകുന്ന കുട്ടികൾ ആരാണോ മാഷന്മാരാകുന്നത്, സ്കൂളിലേക്ക് പോയിക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ നേരെ ചോദ്യങ്ങൾ പലതും ഉണ്ടാകാം. അന്നേരം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാഷായിരിക്കണം ശരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്. ഈ 5 പാട്ടും കൊണ്ട് പോയതിനെ കൊണ്ട് കഥയില്ല. അത് വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്ത് അവരോട് സംസാരിക്കാൻ പറ്റണമെങ്കിൽ ഈ എന്താ പറയുക ഇതേപോലുള്ള കുറേ അറിവുകൾ പഠിച്ചിരിക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് കിത്താസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇത് എന്താ പറയുക ഫുൾ കണ്ടെടുത്ത് കേട്ടെടുത്ത് പഠിച്ചതിന് ശേഷം മാത്രമേ അവരെ നിയമിച്ചിട്ട് മാത്രമേ ഈ സാധനം പുറത്തേക്ക് വിടാൻ പാടുള്ളൂ. ഒരു മാഷുമാരെ തിരഞ്ഞുവിടൽ അങ്ങനെയല്ലേ, അവർ ഓക്കെ ആണെന്ന് പറയലുണ്ട്. ആ ഓക്കെ ആണെങ്കിൽ മാത്രമേ അവരെ വിടാൻ പാടുള്ളൂ. അല്ലാതെ കണ്ട് ഒരു 4 പാട്ട് പഠിച്ചവരാണ്, അവിടെ ഒരു മംഗലംകളി കളിക്കുന്നുണ്ടായിരുന്നു, അവൻ നല്ല മംഗലംകളി പഠിപ്പിക്കുന്ന ഒരാളാണ്, അവരെ കൂട്ടിക്കൊണ്ട് പോയി പഠിപ്പിക്കുക, അതിൽ കഥയില്ല. അതല്ല പഠനം. പഠനം എന്ന് പറയുന്നത് ഒരു മേഖലയുള്ള പരിപാടി, മാവലിനായിക്കോട്ടെ മലവെട്ടുവനായിക്കോട്ടെ ആ മേഖലയിൽ ഇരിക്കുന്ന എല്ലാവരിലും അറിവുണ്ട്. ആ അറിവിൽ നിന്ന് ശരിക്കും അതിനെ പാട്ടും കൊട്ടും കളികളെല്ലാം പഠിച്ചതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന മാഷന്മാരെ തക്കതായിരിക്കുന്ന രീതിയിലേക്ക് തിരഞ്ഞെടുത്തിട്ട് അതിന് തിരഞ്ഞെടുക്കാനുള്ള കുറേ അക്കാദമികളുണ്ട്, മറ്റുള്ള രീതിയിലേക്കെല്ലാം ചുമതലപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവർ നിയമിച്ച് വിടുന്നവരാണ് ശരിക്കും മാഷന്മാരായിട്ട് വരേണ്ടത്. അവിടെയും നമ്മുടെ ആൾക്കാർ അഹങ്കാരമാണ് കളിക്കുന്നത്, മനസ്സിലായി. ഇത് ഒരു പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ചാടി വീഴുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഈ മറ്റുള്ള സമുദായത്തിലെ ഈ പൂരക്കളി ആയിക്കോട്ടെ മറ്റുള്ള കലകളായിക്കോട്ടെ ഈ പറഞ്ഞിരിക്കുന്ന കലയോട് ബന്ധപ്പെട്ട് അവിടുത്തെ അക്കാദമി തീരുമാനിച്ചു വിടുന്ന ആൾക്കാരായിരിക്കാം ജഡ്ജ്മെൻറ്റിനായിട്ട് വരുന്നത്. ഇന്ന് ഇതേപോലെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരിൽ ജഡ്ജ്മെൻറ്റിന് വരുന്ന ആൾക്കാരോട് ഇതേപോലെ കൊട്ടുകളോ കളികളോ നേർക്ക് നേരെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അതിന് മറുപടി ഇല്ലാത്തൊരു സാഹചര്യങ്ങളുണ്ട്. ഇവരൊക്കെ വിചാരിക്കുന്ന അവിടെ ജഡ്ജ്മെൻറ്റ് നിൽക്കുമ്പോൾ ഇവർ വിചാരിക്കുന്ന നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലാണ്, ഇവരുടെ സൈഡിലുള്ള ആൾക്കാരുണ്ടെന്നുള്ള തോന്നലാണ്. പക്ഷെ അതൊന്നുമല്ല, ഇവർക്കൊന്നും അറിയില്ല. ഞാൻ ഏകദേശം ആൾക്കാർ ഈ കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ ഏകദേശം ആൾക്കാരും മംഗലം കളി കളിച്ചെടുത്ത് എല്ലാ ജഡ്ജ്മെൻറ്റേ പോയ അടുത്ത ആൾക്കാരും ഒരാൾക്കും ശരിക്കും തുടി മാറപ്പെട്ട് കൊട്ടാൻ പറ്റാതെ അറിയാത്ത ആൾക്കാരാണ്. അത് 100% ഉറപ്പാണ്. ഈ പറച്ചൽ മാത്രമല്ല, എനിക്കെല്ലാം അറിയാമെന്ന് കണ്ടിട്ടുണ്ടാവും. കുറേ ആടെ കാരണന്മാർ കൊട്ടുന്ന കണ്ടിട്ടുണ്ടാവും, അക്കരെ കുന്നിൽ കൊട്ടുന്ന കേട്ടിട്ടുണ്ടാവും. ആ കേട്ടതിൻ്റെ പുറത്താണ് വന്നിട്ട് ജഡ്ജ്മെൻറ്റിൽ ഇരിക്കുന്നത്. അതിന് ഒത്തു നിൽക്കുന്ന നമ്മുടെ സർക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഈ എന്താ പറയുക ട്രൈബൽ കിത്താസിൻ്റെ ആൾക്കാരായിക്കോട്ടെ അതിന് കോമാളി ആയിക്കൊണ്ടാണ് ഇന്ന് ശരിക്കും ട്രൈബൽ കിത്താസിൻ്റെ ആൾക്കാർ നിൽക്കുന്നത്. അത് നമ്മൾ കണ്ടു നിൽക്കുന്നവർ വെറും വിഡ്ഢികളാണ്. അതേപോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എൻ്റെ അടുത്ത് തെങ്ങിന് കിടക്കുന്ന ആൾക്കാരൊക്കെ പോയി ജഡ്ജ്മെൻറ്റ് നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് നാളെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആരോട് എന്ത് പറയാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അന്നേരം എന്താ നാണം കെടുത്താതെ കണ്ട് നമുക്ക് അറിവിലേക്ക് പോയിട്ട് ആ അറിവ് നേടിയതിന് ശേഷം നമ്മൾ ജഡ്ജ്മെൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ആൾക്കാർ തന്നെ നമ്മളെ നാണം കെടുത്തുകയാണ്. ഞാൻ പോയിട്ട് അവരോട് ചോദിക്കുകയാണ് ജഡ്ജ്മെൻറ്റിൽ നിനക്ക് ചെയ്യാനുള്ള യോഗ്യത എന്താണ് എന്ന് ചോദിച്ചാൽ അവർ ഒന്നുമില്ല, യോഗ്യത ഇല്ല അവർക്ക്. അവർ പറയുന്നത് എന്താ പറഞ്ഞാൽ ഉമേഷ് ഏട്ടാ ഞാൻ ഇങ്ങനെ സംഗതി ഇങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവരെന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാനിരുന്നു, അതാണ് അതിൻ്റെ ശരി. ഒന്നും അറിയാത്തവനെ പിടിച്ചാടി ഇരുത്തുക. ഇതൊക്കെയാണ് നിയമത്തിൻ്റെ വഴി എന്ന് പറയുന്ന സാധനം. ഇത് നിലവിലാണ് ഏറ്റവും കൂടുതൽ വരുന്ന ട്രൈബൽ കിത്താസിൻ്റെ നമ്മുടെ ഈ മലവെട്ടുവനായിക്കോട്ടെ മാവലിനായിക്കോട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ കാര്യഗൗരവത്തിൽ കൊണ്ടുവന്ന ഓഫീസർമാരാണ് ശരിക്കും കള്ളത്തരം കാണിക്കുന്നത്. എന്തുകൊണ്ട് നമ്മളൊന്നും വിളിക്കുന്നില്ല? നമ്മളൊന്നും ഒരാളും വിളിച്ച് ഇന്ന് വരെ ഒരാളും വിളിച്ച് സംസാരിക്കുന്നില്ല. അതെന്താ പറയുക, അവർക്കറിയാം നമ്മുടെ അടുത്ത് നിന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിലില്ലത് കൊണ്ടാണ് അവർ നമ്മോട് പറയാത്തത്. നമ്മുടെ കയ്യിൽ കുറച്ച് പിള്ളേർ പഠിച്ചവരെ കൊണ്ട് അവിടെ ഇരുത്തുക, അവരുടെ കാര്യത്തിലേക്ക് പോവുക. അത് നമ്മുടെ ആൾക്കാരും അതേപോലെ തന്നെ പറയാൻ പറ്റൂല. ഇനിയുള്ള കാലത്ത് എന്താ പറഞ്ഞാൽ ശരിക്കും അറിവുള്ളവനെ ജഡ്ജ്മെൻ്റ് ആയിട്ട് ഇരുത്താനുള്ള ശ്രമങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മുന്നോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നീക്കുക. ഒരു കോമാളിത്തരം എന്ന് കാണിക്കുന്നത്, കോമാളിത്തരം. എന്താണ് പൂരക്കളിയിൽ നിൽക്കുന്ന ജഡ്ജ്മെൻ്റ് ആയിരിക്കുന്ന ആൾക്കാർ കോമാളിയായിട്ടുള്ള വന്നിരിക്കുന്നത്? അവർ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അവർക്ക് എല്ലാ എൻ്റെ പ്രൂഫുകളെല്ലാം മുന്നേ ഉണ്ടാവും. പക്ഷെ നമ്മുടെ അതിൽ പെടുന്ന ഒരാളോട് ചോദിച്ചാൽ അവർ കൈ മലർത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് അതിലൊന്ന് മാറ്റി മറച്ചുകൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്നും അറിയാതെ ആ ജഡ്ജ്മെൻറ്റിൽ ഇരിക്കാൻ പാടുണ്ടോ? വെറുതെ ഒരു കളിതാമാശയാണത്. അല്ല,
നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ പിന്നെ അച്ഛന്മാർ എവിടെയില്ലാത്ത പൈസ മുടക്കി തുടിയോ മറ്റുള്ള കാര്യങ്ങളോ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ ആക്കി രാത്രി ഉറക്കമില്ലാതെ കണ്ട് ഇതിനെ പഠിപ്പിച്ചെടുത്തിട്ട് അവിടെ വന്നെത്തിക്കുമ്പോൾ ആ പിള്ളേർക്ക് ഒരു കാര്യം ചെയ്തതിന് നല്ലതല്ല എന്ന് തോന്നുമ്പോൾ അവരുടെ ഉള്ളിൽ എന്ത് സങ്കടം ഉണ്ടാവും? ആ സങ്കടങ്ങളെല്ലാം ഇന്ന് നിർത്തിക്കൊണ്ടാണ് മറ്റുള്ള കുട്ടികളെ എടുത്തുകൊണ്ട് പോവുക. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിമറിച്ചുകൊണ്ട് പിന്നെ എന്താ പറയുക, ഇതിൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാർ ആരാണോ, ഉദ്യോഗസ്ഥന്മാർ ആരാണോ, അത് വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്യണം. അറിവില്ല, അതിനെ കൊണ്ട് ചെയ്യരുത്, ആ പരിപാടി കൊണ്ട് ചെയ്യരുത്, നശിപ്പിക്കരുത്. അതാണ് എനിക്ക് സത്യമായിട്ട് പറയാനുള്ളത്. ഈ ഗോത്രകലകൾ പരിശീലിപ്പിക്കുക, പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമുള്ള ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭാഷ രീതികൾ അതുപോലെ പാട്ടിലോട്ട് വരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മറ്റ് സമുദായങ്ങളിലെ കലകളിലാണെങ്കിൽ അത് പഠിച്ചെടുക്കാൻ അതിൻ്റെതായ രീതിയിലുള്ള, ഇപ്പോൾ പൂരക്കളിയും മറ്റു കാര്യങ്ങളിലാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ എഴുതി വെച്ചതായാലും ആചാര്യന്മാരും പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. മംഗലം കളിയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ, അത് സ്കൂൾ തലത്തിലൊക്കെ പോകുമ്പോൾ? ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇപ്പം എന്താ പറഞ്ഞാൽ, അങ്ങനെ കൊട്ട് പഠിപ്പിക്കാനും കളികൾ പഠിപ്പിക്കാനും നിലവിൽ ആളുണ്ട്. അത് ഇതിനോട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവര് മൗലക്കൂട്ടങ്ങളായിക്കോട്ടെ മലവോട്ട് കൂട്ടങ്ങളായിക്കോട്ടെ ഇതിലേക്ക് വന്ന് ചോദിക്കാനുള്ള ഒരു മുൻകരുതൽ അവരുടെ വശത്ത് ഉണ്ടായിട്ടില്ല. അവരുണ്ടായെങ്കിലല്ലേ നമുക്ക് അതിൽ കഥയുള്ളൂ. അല്ലാതെ ഇവിടുത്തെ നമ്മുടെ ആൾക്കാരെങ്ങനെ പറഞ്ഞാൽ മാവലിനായിക്കോട്ടെ മലവോട്ടനായിക്കോട്ടെ, ഇവിടുന്ന് കോഴിക്കോട് വിളിക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ട് പോവുക. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ സത്തിന്, നമ്മുടെ ആയിരിക്കുന്ന ഉള്ളം കൈ കിടക്കുന്ന തീക്കട്ടെ എന്തിനാണ് നമ്മൾ ഇവിടുന്ന് ചുമന്നുകൊണ്ട് അവിടെ പോകുന്നത്? എന്തിനാണ് ചുമന്നുകൊണ്ട് പോകുന്നത്? നമ്മളിവിടെ പരിശീലിച്ചിരിക്കുന്ന നമ്മുടെ കാരണവന്മാർ തന്നിരിക്കുന്ന സാധനത്തിന് നമ്മളിവിടെ തലയിൽ വെച്ച് ചുമന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇവിടെ നിലവിലുള്ളത്. അവരിങ്ങോട്ട് വരണം. അവർക്ക് അവിടെ ധനം കിട്ടുന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള അവർക്ക് ഒരു മാസം ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അവർ വന്ന് നമ്മുടെ ഊരിൽ വന്ന് അന്വേഷിക്കണം. അതിൻ്റെ തക്കതായിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ടാണ് അവർ ചോദിക്കാത്തത്? അന്നേരം അങ്ങനെയുള്ള വിഷയങ്ങൾ നിലവിൽ നിലനിർത്തിക്കൊണ്ട് ഇന്ന് ഇതിന് അറിവുകൾ പകർന്നു കൊടുക്കാനുള്ള ആൾ എത്ര പേര് വേണം നമുക്ക് കൊടുക്കാം? ആൾ നിലവിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ നമ്മളിലേക്ക് ചോദിക്കാൻ വരില്ല. അവർക്ക് അങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കുക, അതാണ് അതിൻ്റെ കണ്ടീഷൻ. അങ്ങനെ ആകാൻ പാടില്ല. ഇപ്പോൾ മംഗലം കളി ഇപ്പോൾ നമുക്ക് കൈമാറി വന്ന ഒരു കലയല്ലേ. അപ്പോൾ അതിൻ്റെ വായ്പാട്ടായിട്ടാണ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. നമുക്ക് എഴുത്തിലൂടെ അല്ല ഈ സാധനം വന്നിട്ടുള്ളത്. അപ്പോൾ പാടി പാടി പതിഞ്ഞു പോയിട്ടുള്ള പാട്ടുകളും കളികളുമാണ് ഇതിൻ്റെ, കൊട്ടുകളും അങ്ങനെയാണ്. അപ്പോൾ ഇതിന് ഒരു കലോത്സവ വേദിയിലേക്കെല്ലാം പോകുന്ന സമയത്ത് നമ്മളെ പാട്ടുകളുടെ താളം കുറച്ച് ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു വാദം വരുന്നുണ്ട്. അപ്പോൾ അതൊരു ശാസ്ത്രീയമായ രീതിയിലേക്ക് പഠിച്ചെടുക്കണം എന്നുള്ള രീതിയിലേക്കുള്ള സംസാരങ്ങൾ വരുമ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ ശരിക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എവിടുന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഗീതം മറ്റുള്ള കാര്യങ്ങളൊക്കെ എവിടുന്ന് വന്നു? ന്യായകരമായിട്ട് പറയുന്നതാണ്, ആദിമ മനുഷ്യന്മാർ നമ്മളാണെങ്കിൽ, ഈ മനുഷ്യരെന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ നമ്മൾ തന്നെയല്ലേ ഇത് കൊണ്ടുവന്നത്. നമ്മളിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാണ് അവർ കൊണ്ടുവന്നത്. എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കോപ്പി അടിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ല, ഈ മംഗലം കളി നമ്മുടെ കയ്യിൽ നിന്ന് കോപ്പി അടിക്കുകയാണ്. സാഹചര്യങ്ങൾ അത് മാറ്റിമറിക്കുകയാണ്. എന്താ പറയുക, എല്ലാവിടെയും നമ്മൾക്ക് എന്താണ് മുതൽക്കൂട്ടുള്ളത്, ആ മുതൽക്കൂട്ടിന് അവരെന്താ പറയുക, അവർക്ക് ഒരിക്കലും അരി മേടിക്കാനില്ലാത്തതുകൊണ്ട് അവർ ശരിക്കും അതിനകത്ത് കൈയിട്ട് വാരുക എന്ന് പറയും. അതാണ് അതിന് സത്യസന്ധമായിട്ടുള്ള കാര്യം. നമുക്ക് തുറന്ന് ഇന്ന് ഒരു പൊതുവേദിയിൽ ഒരാളും പറയാൻ നിൽക്കില്ല. കാരണം എന്താ പറയുക, ഉള്ളിൽ പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു മരണം മാത്രമേ ഒരാൾക്കുള്ളൂ, 2 മരണത്തിൻ്റെ ആവശ്യമില്ല. ഞാനെന്നിരിക്കുന്ന വ്യക്തി എവിടെ വേണേൽ തുറന്ന് പറയും. എനിക്കങ്ങനത്തെ പേടിയൊന്നുമില്ല. പ്രപഞ്ച സത്യത്തിൽ ശരിക്കും സംഗീതം പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നതാ. അതെ, ഉണ്ടായിരുന്നു, പ്രകൃതിയിൽ ഉണ്ടാകുന്നല്ലേ. അന്നേരം ആദിമ മനുഷ്യന്മാരായ നമ്മളല്ല ആദ്യമായിട്ട് അത് കണ്ടിരുന്നത്, അല്ല കേട്ടിരുന്നത്. അന്നേരം ശരിക്കും സംഗീതം എന്ന് പറയുന്ന സാധനം ശരിക്കും നമ്മുടെ ഇടയിൽ നിന്ന് പോയതല്ലേ, അല്ലേ? പിന്നെ എങ്ങനെയാണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നത്? എവിടെയാണ് ആ ന്യായങ്ങൾ? അർത്ഥമില്ലാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിച്ചിട്ട് രീതിയിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചിന്തിച്ചാലും ഏത് ചിന്തിച്ചാലും കഥയൊന്നുമില്ല. അവർക്ക് തന്നെ ചിന്തിക്കേണ്ട വിഷയങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അവർ നമ്മളിലേക്ക് എത്തുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ സംഗീതത്തിലേക്ക് നമ്മുടെ ആയിരിക്കുന്ന മംഗലം കളി പാട്ട് അത് സംഗീതത്തിലേക്ക് ചേർക്കേ വേണ്ട. കാരണം എന്താ പറഞ്ഞാൽ, ഈ അറിവില്ലായ്മയിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഈ സംഗീതത്തിലേക്ക് ശരിക്കും അവർ ചേർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. ഈ അറിവുള്ളവർ ഒരു കാരണവശാലും മറ്റുള്ള പാട്ടിനോടും കളിയോടും സംഗീതം ചേർത്തുകൊണ്ടുള്ള ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി എൻ്റെ പാട്ട് കൊണ്ടായി സംഗീതം ചേർക്കാത്തൊരു അവസ്ഥയിലൊക്കെ ചേർക്കുന്ന അവസ്ഥ വരുന്നുണ്ടല്ലോ, അത് ആക്കാൻ വേണ്ടിയുള്ള തുനിയില്ല അവർ. കാരണം എന്താ പറയുക, ആ നമ്മുടെ പാട്ടാണ് ഒറിജിനൽ. ആ ഒറിജിനൽ പാട്ടിനെ കൊണ്ടായിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തിട്ട് അതിനെ കൊല്ലുകയാണ്.
അത് അറിവില്ലായ്മയിലേക്ക് പോകുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള അറിവിന് എന്തിനാണ് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിനെ മോശമാക്കേണ്ട കാര്യമല്ലല്ലോ. ഒരു എന്താ പറയുക, ലിപി ചേരാത്ത ഒരു സംഗീതമാണ് നമ്മുടേത്. അതിനെ ആർക്ക് ചേർത്ത് കെട്ടാനൊന്നും പറ്റുന്നില്ല. എത്ര വലിയ പഠിപ്പുള്ളവരായാൽ പോലും, ഈ താളം ചേർത്ത് ചൊല്ലുന്ന ഒരാളായാൽ പോലും ഈ ലിപി ചേരാത്ത വാക്കുകളായതുകൊണ്ട് അതിനെ ചേർത്ത് പാടാനൊന്നും ഒരു സംഗീതം പഠിച്ചവർക്കും പറ്റൂല. അത് ഒരിക്കലും നടക്കാത്ത വിഷയങ്ങളാണ്. ശരിക്കും സംഗീതം പഠിച്ചവരാരാന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ളിരിക്കുന്ന, നമ്മുടെ നെഞ്ചിനകത്ത്, നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നതാണ് സംഗീതം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവരെ കീബോർഡ് വായിക്കുന്ന, അല്ല തവലയുടെ മേളിൽ കൈ വെക്കുന്നൊന്നല്ല ശരിക്കും സംഗീതം. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സംഗീതമുണ്ട്. നമ്മുടെ അമ്മമാരൊക്കെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഒരു നേരം അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കായി കരഞ്ഞു പോകുന്ന ഓരോ സമയങ്ങളുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സംഗീതമാണ്. അതാണ് ശരിക്കും പ്രപഞ്ച സത്യത്തിലുള്ള സംഗീതം. അപ്പോൾ മംഗലംകളിയെ കുറിച്ച് നമ്മൾ ഇത്രയധികം സംസാരിച്ചു. മംഗലം കളി എന്ന് പറയുന്നത് ഈ പാട്ടുകൾ ഒരുപാട് 4-5 ദിവസവും പാടിയാൽ തീരാത്ത പാട്ടുകൾ ഉണ്ട് എന്നാണ് പറയപ്പെട്ട് കേട്ടിട്ടുള്ളത്. ഞാൻ പോലും ഈ അടുത്താണ് ഒരു കാലത്ത് കേട്ടിരുന്ന മംഗലം കളി പാട്ടല്ല ഈ അടുക്ക് കേൾക്കുന്നത്. കാരണം പുതിയത് ഓരോന്ന് വരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി ഈ നിങ്ങളെ പോലെയുള്ള ഗുരുക്കന്മാര് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ ഇപ്പോഴാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു സംസാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു ഇന്റർവ്യൂവിൽ തീരുന്ന ഒരു സംഭവമല്ല. ഒരുപാട് ഇനിയും അതിനെക്കുറിച്ച് അതിന്റെ ഒരു തലം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. ഇനി ഒരുപാട് സംസാരിക്കാനുണ്ട് അതിനെ പറ്റിയിട്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഇത് പറഞ്ഞു തന്നതിന് നന്ദി അറിയിക്കുന്നു. പിന്നെ എന്തായാലും ഈ ഒരു വിഷയം, ഇപ്പൊ സംസാരിച്ച വിഷയം കുറച്ചൊരു എന്താണ്, ഒരു തീക്കനൽ കൊണ്ട് കളിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കളിച്ചത്. അപ്പൊ എന്തായാലും ഇതിന് ഒരുപാട് കമന്റുകൾ വരും. കമന്റ് സെക്ഷനിലെല്ലാം ചോദിക്കും, ഇത്രയും വലിയ അറിയുന്ന ആളായിട്ട് എന്തുകൊണ്ട് ഒരു പാട്ടോ കൊട്ടോ കേട്ടില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഈ കമന്റ് സെക്ഷനിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു തനതായിട്ടുള്ള ഒരു കൊട്ട് പാട്ടായാലും നല്ലതായിരുന്നു. പോട്ടി മുളച്ചമുളയോ മുക്കാമ്പ താനെ, പോട്ടി മുളച്ചമുളയോ മുക്കാമ്പ താനെ, വെയ്യൂല ആയ കണ്ട് തിരിയറ പോയിനി താനെ, വെയ്യൂല ആയ കണ്ട് തിരിയറ പോയിനി താനെ, കൂക്കി വീളിച്ച പോലും വരുന്ന പോലും പന്നി, കൂക്കി വീളിച്ച പോലും വരുന്ന പോലും പന്നി, ഇന്നലത്തെ വന്നത് പോലും കരുണ്ടില കുത്തുപനിയും, ഇന്നലത്തെ വന്നത് പോലും കരുണ്ടില കുത്തുപനിയും, നമ്മുടെ ജമ്മി വരുമ്പോ എന്തു പറയും ചേരും, നമ്മുടെ ജമ്മി വരുമ്പോ എന്തു പറയും ചേരും, പയ്യാവര ചിന്തും കവിയും സുഖിച്ചങ്ങെടുക്കുന്നേ, പയ്യാവര ചിന്തും കവിയും ഗുരുക്കളെ മുമ്പടക്കി സുഖിച്ചങ്ങെടുക്കുന്നേ, ഗുരുക്കളെ മുമ്പടക്കി സുഖിച്ചങ്ങെടുക്കുന്നേ, സുധിക്കുന്നേ പയ്യാവര ചിന്തും കവിയും സുധിക്കുന്നേ പയ്യാവര ചിന്തും കവിയും, കയ്യുരുന്തി കാലുരുന്തി അടുത്തോരിടം തേടി, കയ്യുരുന്തി കാലുരുന്തി അടുത്തോരിടം തേടി, സുധിക്കുന്നേ പയ്യാവര ചിന്തും കവിയും സുധിച്ചങ്ങെടുക്കുന്നേ, പയ്യാവര ചിന്തും കവിയും, വജിരങ്കിളിയപ്പായ വജിരങ്കിളിയോ ആദക്കും വന്ന ജിരങ്കിളിയോ നമ്മ ജിരങ്കിളിയ, ആ നമ്മ ജിരങ്കിളിയായെങ്കിലപ്പാ കാലിന് പൊന്നണം, ആ നമ്മ ജിരങ്കിളിയായെങ്കിലപ്പാ കാക്ക് പൊന്നണം, പുരുളികളോ പുരുളി കോലുമ്പോ പുരുളി, പുരുളികളോ പുരുളി കോലുമ്പോ പുരുളി, ആ നമ്മുടെ തമ്പുരാനോ പുരുളി പഞ്ചപുതുവയല്, ആ നമ്മുടെ തമ്പുരാനോ പുരുളി പഞ്ചപുതുവയല്, തമ്പുരാമായ പിരക്ക് എന്താലം മണി വേണ ചുടി നമ്മോ ചാരി നമ്മ, തമ്പുരാമായ പിരക്ക് എന്താലം മണി വേണ ചുടി നമ്മോ ചാരി നമ്മ,
വെറ്റില